കാലിൽ എന്തോ എട്ടിന്റെ പണി കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. നല്ല പെയിൻ തുടങ്ങിയിട്ടുണ്ട്. പറഞ്ഞതിൽ യാതൊരു മാറ്റമില്ല. പിറ്റേ ദിവസം ആയപ്പോഴേക്കും നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. കാല് നല്ല വേദന തുടങ്ങിയിട്ടുണ്ട്. ഒരു സൈഡിൽ ചെറുതായിട്ടൊരു നീരും. അപ്പം വലുതാകുമ്പോൾ അപ്പനെ നോക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത്ര ചെറുപ്പത്തിൽ എന്നെ നോക്കേണ്ടവരെന്ന് ഞാൻ കരുതിയില്ല. അങ്ങനെ ഒ പി കാർഡ് എടുത്തിട്ട് നേരെ ഡോക്ടറെ കാണാൻ ഡോക്ടറിന്റെ ക്യാബിനിലേക്ക് ഞൊണ്ടി ഞാൻ. ഡോക്ടറെ കാണാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. അത്യാവശ്യം 1 മണിക്കൂറോളം അവിടെ പോസ്റ്റായി എന്നുള്ളതാണ്. ഡോക്ടർ ഉണ്ട്. ഡോക്ടർ പോയിട്ട് എക്സ്റേ എടുത്തിട്ട് വാടാ കൂട്ടാ നമുക്ക് നോക്കിയിട്ട് പറയാമെന്നായി. അങ്ങനെ എക്സ്റേ എടുക്കുന്ന റൂമിന്റെ മുമ്പിലായി എൻ്റെ കാത്തിരിപ്പ്. അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. 11:30 ആയിക്കണു. ബാഗ് എക്സ്റേ എടുത്ത് ഡോക്ടറിന്റെ ക്യാബിന്റെ മുമ്പിലായി പിന്നീട് എൻ്റെ ഇരിപ്പ്. എല്ലാവരും ഒരുപോലെ ദുഃഖിതരായതുകൊണ്ട് തന്നെ യാതൊരു പരിഗണന ഇവിടെ എനിക്ക് കിട്ടില്ല എന്നുള്ളതാണ്. ഡോക്ടറെ കണ്ടു. നൈസായിട്ട് പണി പാളിയുണ്ട് ഗൈസ്. ചെറുതായിട്ട് ആംഗിളിനൊരു ഇഷ്യൂ ഉണ്ട്. പ്ലാസ്റ്റർ ഇടണം എന്നാണ് പറയണത്. ലൈഫിൽ ആദ്യമായിട്ട് ഇതൊക്കെ അനുഭവിക്കേണ്ട വരാണ്ട ഒരു മാനസികാവസ്ഥ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ അല്ലേ? എങ്ങനെയായിരിക്കും ഇവനിപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിയെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവൂല്ലേ? വെറും മനുഷ്യത്വം. ഈ വണ്ടി ഉന്തിക്കൊണ്ടുവന്ന അച്ചാച്ചനെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കിക്കർ അടിച്ച് ഹെൽപ്പ് ചെയ്താണ് ഗൈസ് ഞാൻ ചെയ്ത തെറ്റ്. ഈ ഒരു കാര്യത്തിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ കൂടെ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഭാര്യനെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. കൊല്ലത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കാലോ കയ്യോളോ ഒടിച്ചിരിക്കും. എൻ്റെ പ്രണയം കിക്കറിനോടാണെങ്കിൽ ആ ചാട്ടൻ്റെ പ്രണയം ഫുട്ബോളിനോടായിരുന്നു. സമാസമം. അങ്ങനെ ഡോക്ടർ വന്നു. നല്ല ഭംഗിയായി പ്ലാസ്റ്റർ ഇട്ടു. 4 ആഴ്ചക്ക് തന്നെ ഗതി എന്ന് പറഞ്ഞു. കുറച്ച് നേരം എന്നെ അവിടെ ഇരുത്തി. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അറ്റൻഷനിൽ നിർത്തി. അത് കഴിഞ്ഞിട്ട് പോകാനുള്ള വണ്ടി അയച്ചു. വീൽ ചെയറിലുള്ള യാത്ര ഏതാണ്ട് സിനിമാ നടന്മാരുടെ പോലെയായിരുന്നു. വരുന്നവരും പോകുന്നവരൊക്കെ എന്നെ നോക്കി ചിരിക്കുന്നുണ്ട്. എനിക്കത് കണ്ടിട്ട് ചിരി നിർത്താനും പറ്റണില്ലേ. പിന്നീടുള്ള എൻ്റെ ശ്രമം മുഴുവൻ ഈ ചെരുപ്പ് കുത്തിക്കയറ്റാനായിരുന്നു. പിന്നെ ഞാൻ ആ സത്യം തിരിച്ചറിഞ്ഞു. അടുത്തൊരു മാസത്തേക്ക് എനിക്ക് ചെരുപ്പിടാൻ പറ്റില്ല ഗായ്സ്. മഴയാണല്ലോ, എങ്ങനെ പോകുന്ന ആലോചിച്ച് ഭാര്യനെ നോക്കിയപ്പോൾ ഭാര്യ പിന്നെ ഒന്നുകൂടി ഒന്ന് നോക്കിയപ്പോൾ തിരിച്ചൊരു പുച്ഛം കാണിച്ചപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. പിന്നെ മഴയൊക്കെ കൊണ്ടും എല്ലാം ഞങ്ങൾ വീട്ടിലേക്ക്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഗായ്സ്. ടാറ്റ ബൈ, സീ യു.